ഇന്ന് എൻ്റെ അടുത്ത് ഒരാളൊരു സംശയം ചോദിച്ചു. അപ്പോൾ ആ ഒരു സംശയം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് പല ആളുകൾക്കും തോന്നുന്ന ഒരു സംശയമാവും. എന്തായാലും ഞാൻ ആ ഒരു സംശയത്തിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് പല ആളുകളെയും സംശയമാവും. അപ്പോൾ എന്നാണ് ആ ഒരു സംശയം എന്നല്ലേ, ആളിൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, നമ്മൾ കുട്ടികളെ മുന്നിൽ നിന്ന് സ്നേഹം പ്രകടിപ്പിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹപ്രകടനം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള, കുട്ടികളോടല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള, അല്ലെങ്കിൽ ഭാര്യനെ കെയർ ചെയ്യുന്നതോ ഭർത്താവിനെ ഇങ്ങോട്ട് സ്പിരിച്ച് സ്നേഹിക്കുന്നതൊക്കെ കുട്ടികളെ മുന്നിൽ വെച്ച് നമ്മളത് കാണിക്കാൻ പാടുണ്ടോ എന്ന്. അതൊക്കെ പണ്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മൾ കുട്ടികളെ മുന്നിൽ ഭാര്യയും ഭർത്താവും വേറെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാതെ വെറും ബെഡ്റൂമിൽ മാത്രം ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവിടെ വെച്ച് മാത്രമേ സംസാരിക്കുള്ളൂ എന്നൊക്കെ പണ്ടത്തെ ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു ജനറേഷൻ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ അല്ല എന്നുള്ളത്. പിന്നെ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷനൊക്കെ വരുന്നത് നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പാരന്റിങ്ങിലൊക്കെ പറയലുണ്ട്, കുട്ടികളെ മുന്നിൽ നിന്ന് പലതും നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു ജനറേഷന് അറിയാത്തതായിട്ടൊന്നുമില്ല. അപ്പം ഇവരുടെ നിന്ന് എവിടുന്ന് ഇതൊക്കെ കിട്ടി, എവിടുന്ന് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് സോഷ്യൽ മീഡിയ, രണ്ടാമത് ചില കുട്ടികളൊക്കെ പറയുന്നത് പാരൻസിൻ്റെത് കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയലുണ്ട്, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയലുണ്ട്. കുട്ടികളെ മുന്നിൽ നിന്ന് ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയലുണ്ട്. അത് ഒരു കാരണവശാലും കുട്ടികൾ കാണരുത് എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞത് വേറെയാണ്. നമുക്കറിയാം സ്നേഹം എന്നുള്ള ഇമോഷൻ അത് പല രീതിയിൽ നമ്മൾ പ്രകടിപ്പിക്കും, പക്ഷെ അത് കാണിക്കുക, കുട്ടികളെ മുന്നിൽ നിന്ന് കാണിക്കുക. ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാലോ, ഒരു സെക്ഷലി ആയിട്ടുള്ള കാര്യം അത് കുട്ടികളത് എന്നല്ല, ആരും മുന്നിൽ നിന്നും നമ്മൾ മറച്ചു വെക്കുന്നത് നമ്മളെ സ്വകാര്യതയാണ് അത് എന്നുള്ളത്. അത് എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം. കുട്ടികളെ മുന്നിൽ നിന്നാണെന്നുണ്ടെങ്കിലും വേറെ ആളുകളെ മുന്നിൽ നമ്മൾ ശ്രദ്ധിക്കും, ഓക്കെ, പക്ഷെ കുട്ടികളെ ചില സമയത്ത് നമ്മൾ ചെറിയ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അത് ഈ കുട്ടികൾ എന്ത് ചെയ്യും, ഇവർ മനസ്സിലാക്കി വെക്കും. അവർ വേറെ എവിടെയെങ്കിലും അതൊരു പരീക്ഷണം നടത്താനൊക്കെ ചാൻസ് കൂടുതൽ എന്നല്ല കുറേ കേസുകൾ. അപ്പോൾ ഞാനൊക്കെ കുറേ അങ്ങനത്തെ കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ്, അത്തരം പ്രകടനങ്ങളാണ് കുട്ടികളെ മുന്നിൽ നിന്ന് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ കുട്ടികളെ മുന്നിൽ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ മുന്നിൽ നിന്ന് സ്നേഹം കാണിച്ചു കൊടുക്കണം. കാരണം അവർ ഒരു ഫാമിലി എന്താണ് എന്നുള്ളത്, എങ്ങനെ ഒരു ഫാമിലിയിൽ പെരുമാറണം എന്നുള്ളതൊക്കെ പഠിക്കുന്നത്, ഒരു പാർട്ട്ണറോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ ഫാമിലി കണ്ടിട്ടാണ്, നമ്മളെടുത്തുനിന്ന് പാരന്റിൻ്റെ അടുത്ത് നിന്ന് കണ്ടിട്ടാണ് പഠിക്കുന്നത്. പാരന്റ് ഒരു ഫാദർ മദറിനെ കെയർ ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്, കൂടുതൽ കാര്യങ്ങൾക്ക് മദറിനെ ബുദ്ധിമുട്ടിക്കാത്തൊരു ഫാദറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി അത് കണ്ടിട്ടാണ് പഠിക്കുക. ഇനി മദർ ആണെന്നുണ്ടെങ്കിലും ആ ഫാദറിനെ ഒന്ന് കെയർ ചെയ്യുന്നതും അവർ തമ്മിലുള്ള ആ ബോണ്ടും കണ്ടിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവർ തമ്മിൽ എങ്ങനെയാണോ അതാവും ഭാവിയിൽ ഇവരെ പാർട്ട്ണർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതങ്ങനെയാണ്, അങ്ങനെ വരുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യണം, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും സ്നേഹം എന്നുള്ള ഇമോഷൻ നിങ്ങൾ പ്രകടിപ്പിക്കണം. അത് ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല. കുട്ടികൾ കാണട്ടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത്, നിങ്ങളൊന്ന് തലോടുന്നത്, ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത്, ഒന്നും നമ്മളെ മക്കൾ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നല്ല ഒരു മെസ്സേജ് കിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഒരു പാർട്ട്ണർ അടുത്ത് പെരുമാറേണ്ടത് എന്നുള്ളത് അവർ പഠിക്കണം. ആ രീതിയിലാവണം നമ്മൾ. അല്ലാതെ നമ്മൾ ഭാര്യൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ട് നമ്മളൊരു ഭർത്താവിന് എല്ലാം ഭാര്യനെ ചെയ്തു തരണം, അങ്ങനെയുള്ളൊരു ഇതാവരുത്. നമ്മൾ ആ ഒരു വീട് എന്നുള്ളത് എല്ലാവരും കൂടെ സഹകരിച്ച് പോകേണ്ടതാണ് എന്നുള്ള രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, പെരുമാറാൻ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇനി ഭാര്യയാണെങ്കിലും ഭർത്താവിന് ആ കൊടുക്കേണ്ട പരിഗണനകൾ കൊടുത്തിട്ട് നല്ലൊരു ഫ്രണ്ടായി കണ്ടിട്ട് എല്ലാം അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നതും ഒക്കെ എന്ത് ചെയ്യണം, മക്കൾ കാണണം എന്നുള്ളതാണ്. നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ഉള്ള എന്ത് ചെയ്യാം, അത് ഭർത്താവിനും ഭാര്യക്കൊക്കെ കൊടുക്കുന്നത് കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോണ്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും എന്നുള്ള, ജീവിതത്തിൽ നിന്ന് ഒരുപാട് നമുക്കും ടെൻഷൻ ഫ്രീ ആവും. അതുപോലെ തന്നെ കുട്ടികളും ഇത് കാണിക്കുമ്പോൾ കുട്ടികൾക്കും അവിടെ നിൽക്കാൻ ഉള്ളൊരു മൈൻഡ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം എൻ്റെ അടുത്ത് വേറൊരു കേസ് വന്നിരുന്നു. അപ്പോൾ അതിൽ ആ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സംഭവം, ഒരുപാട് പ്രശ്നങ്ങൾ അതായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലേക്ക് കയറാൻ തോന്നില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു പാരൻസിൻ്റെ സ്വഭാവം കണ്ടിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കയറാൻ തോന്നില്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സമാധാനമാണ് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് മാനസികമായിട്ട് നമ്മളെ വീട്ടിലുള്ള ഈ ഒരു ചർച്ചകൾ കാണുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് കയറാൻ തോന്നില്ല. അത് മാത്രമല്ല, കുട്ടികൾ വഴി തെറ്റിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. നമുക്കറിയാം ഇന്ന് നമ്മളെ ചുറ്റിലും അതിന് വേണ്ടിയിട്ട് വല വിരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതിലേക്ക് കുട്ടികൾ പോകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേറൊരു റിലേഷൻക്കും ഒക്കെ പോകാനൊക്കെ നമുക്ക് ഇവിടെ ഒരു സമാധാനം കിട്ടാതെ നമ്മൾ കേൾക്കാൻ അപ്പുറത്തെ ഒരാളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ അതിലേക്ക് പോകും. അപ്പോൾ അതിനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ വീട് സ്വർഗ്ഗമായിട്ട് കാണിച്ചു കൊടുക്കുക. മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന ഫീൽഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുവട്ടത്തുനിന്നും കുടുംബത്തിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളെ വീടെങ്കിലും നമുക്ക് സ്വർഗ്ഗമാക്കാൻ പറ്റണം. മാക്സിമം പ്രശ്നങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യും, എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്കും ഇതൊക്കെ കാണുമ്പോൾ എന്തെയും ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് വശം അതിലുണ്ട്. അത് നമ്മൾ എന്താ പറയുക, നമ്മളെ കോമൺ സെൻസിൽ പഠിച്ചാൽ നമുക്ക് ബുദ്ധിയും വിവേകമൊക്കെ തന്നിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെക്കുക. അത് ആരിൽ നിന്നും നമ്മളൊരു പ്രൈവസി ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, ഒരു ഭാര്യയും ഭർത്താവും പ്രൈവസി കീപ്പ് ചെയ്യേണ്ട ചില സംഭവങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോവുക. അല്ലാത്ത നിങ്ങളെ സ്നേഹം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുക. എന്നാലേ അതിനൊരു എന്താ പറയുക, നമ്മൾ ആ ഒരു സ്നേഹത്തിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഉള്ളിൽ വെച്ചതുകൊണ്ട് ഒരിക്കലും അതിന് വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇതുപോലത്തെ സംശയങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. ആ ഒരു സംശയത്തിനുള്ളൊരു ആൻസർ ആയിട്ടുണ്ടാവും. ഇനി വ്യക്തമാവാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ, നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാം. പല ആളുകളും പേഴ്സണലായിട്ടാണ് മെസ്സേജ് ഇടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കമൻസിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ നമുക്ക് പബ്ലിക്കായിട്ട് എന്ത് ചെയ്യാം, അതിനൊരു മറുപടിയും തരാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷേ എനിക്ക് ഇത് എല്ലാവരുടെ പറയണം എന്ന് തോന്നി. കാരണം ഇത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് തന്നെയാവും, ഒരു പേടിയാവും. നമ്മൾ മക്കളെ മുന്നിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞു പോവോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംശയത്തിനുള്ള ആൻസർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമൻസിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. പേഴ്സണലായിട്ടല്ല, നിങ്ങൾക്ക് കമൻസിലൂടെ തന്നെ ചോദിക്കാം കേട്ടോ. എന്തായാലും അതിനുള്ളൊരു ആൻസർ ഞാൻ പറയും. പിന്നെ അന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലുള്ള സംശയങ്ങൾ എല്ലാവരും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ഷെയർ കൊണ്ട് അവർക്കും ഒരു അറിവ് കിട്ടുമല്ലോ. പിന്നെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ആ ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് ലൈക്കും കൂടി ചെയ്തിടുക. ഓക്കെ, താങ്ക് യു.